നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഇന്ന് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 12-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടക്കുക. ചടങ്ങിന്റെ മുഖ്യ യജമാനൻ കൂടിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10:30-ന് അയോധ്യയിലെത്തും. ക്ഷണിക്കപ്പെട്ട പ്രത്യേക 7000 അതിഥികൾക്ക് മാത്രമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കാണാൻ അവസരമുള്ളത്. ഉച്ചയ്ക്ക് 12:30-ന് പ്രധാനമന്ത്രി അതിഥികളെ അഭിസംബോധന ചെയ്യും. കാശിയിലെ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. പ്രതിഷ്ഠയ്ക്ക് ശേഷം നാളെ മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും. പ്രതിഷ്ഠാ ദിനത്തിന് മുന്നോടിയായി രാജ്യ തലസ്ഥാനത്തടക്കം കനത്ത ജാഗ്രതയും സുരക്ഷയുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചടങ്ങിനെ ആഘോഷമാക്കുകയാണ് അയോധ്യ. പോലീസും കേന്ദ്രസേനകളും കനത്ത സുരക്ഷ ഒരുക്കുമ്പോഴും അയോധ്യയുടെ ആഘോഷങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. രാമക്ഷേത്രത്തിന്റെ പ്രധാന വീഥികളും കവാടങ്ങളും പുഷ്പാലങ്കൃതമാക്കിയിട്ടുണ്ട്. പരിസരങ്ങളിലായി മഹാരാഷ്ട്രയിൽ നിന്നും എത്തിച്ച 7500 പൂച്ചെടികൾ നട്ടു. നഗരവീഥികളിലെങ്ങും കൊട്ടും പാട്ടും കലാപരിപാടികളും അരങ്ങേറി. ഇന്ന് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് രാജ്യത്തെ 50 പരമ്പരാഗത സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളധ്വനി അരങ്ങേറും. ചടങ്ങിനോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് അയോധ്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലായി 10 ലക്ഷം മൺചെരാതുകൾ തിരിതെളിയും. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള അധിവാസ അനുഷ്ഠാനങ്ങൾ ഈ മാസം 16-നാണ് തുടങ്ങിയത്. നാളെ മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. അതിഥികളെ വരവേൽക്കാൻ പാതയോരങ്ങളിലെ സ്റ്റേജുകളിലെല്ലാം നൃത്തപരിപാടികൾ നടക്കുന്നുണ്ട്. തീർത്ഥാടകർക്ക് പലയിടത്തും സൗജന്യ ഭക്ഷണവും നൽകുന്നു. വിവിധ നദികളിൽ നിന്നും പുണ്യസ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച 114 കലശങ്ങൾ നിറച്ച വെള്ളം കൊണ്ടാണ് ഇന്നലെ വിഗ്രഹത്തിന്റെ സ്നാനം നടത്തിയത്. മൈസൂരുവിലെ പ്രശസ്ത ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ തീർത്ത 51 ഇഞ്ച് വിഗ്രഹമാണ് പ്രതിഷ്ഠ. 5 വയസ്സുള്ള ബാലനായ രാമന്റെ വിഗ്രഹമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത്, ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നൃത്യഗോപാൽ ദാസ് എന്നിവരാണ് പ്രാണപ്രതിഷ്ഠാ സമയത്ത് ശ്രീകോവിലുണ്ടാവുക. 2020 ഫെബ്രുവരിയിലാണ് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ പോവുകയാണെന്ന പ്രഖ്യാപനം നടത്തിയത്. ട്രസ്റ്റിനായിരിക്കും നിർമ്മാണ ചുമതലയെന്നും വ്യക്തമാക്കി. വ്യക്തികളിൽ നിന്ന് ശേഖരിക്കുന്ന സംഭാവനകളിലൂടെയായിരിക്കും പണം കണ്ടെത്തുകയെന്നും പറഞ്ഞിരുന്നു. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ കോടിക്കണക്കിന് രൂപയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ട്രസ്റ്റിന്റെ അക്കൗണ്ടിലെത്തിയത്. ട്രസ്റ്റ് അധികൃതരുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ അത് 1 രൂപ മുതൽ 1 കോടി വരെ ഉണ്ടാകും. 2024 ജനുവരി വരെ ഏകദേശം 3500 കോടി രൂപയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടി ട്രസ്റ്റിന്റെ അക്കൗണ്ടിലെത്തിയത്. ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടതാകട്ടെ 1800 കോടി രൂപയും. ക്ഷേത്രത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനും വരും വർഷങ്ങളിലെ അറ്റകുറ്റപ്പണികൾക്കുമെല്ലാമുള്ള പണം അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞുവെന്ന് ചുരുക്കം. പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രൗഢിയിലും ക്ഷേത്രം അമ്പരപ്പിക്കും. ഇന്ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് എത്തുന്നവർക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നതും ആ കാഴ്ച വിസ്മയമായിരിക്കും. ക്ഷേത്രത്തോടൊപ്പം അയോധ്യയിലുണ്ടായ മാറ്റങ്ങളും അതിവേഗമായിരുന്നു. അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പേരിനൊപ്പം മുഖഛായയും മാറിക്കഴിഞ്ഞു. പുതിയ രാജ്യാന്തര വിമാനത്താവളം എത്തി. അയോധ്യയുടെ ഭാവി സാധ്യതകൾ മനസ്സിലാക്കി വമ്പൻ ടൗൺഷിപ്പും ഒരുങ്ങുകയാണ്.